ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എള്ളുണ്ടയാണ് കേട്ടോ. എള്ളുണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ എള്ളിൻ്റെ ഗുണങ്ങൾ. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുണ്ടാവും. പിന്നെ ഞാൻ ആകെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് മുടി കൊഴിച്ചിലുള്ള കുട്ടികൾ, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഡെയിലി ഇത് ഉരുണ്ട വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ ഹെയർ ഫോൾസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എള്ളുണ്ട ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ എള്ളുണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 500 ഗ്രാം എള്ളെടുത്തിട്ടുണ്ട്. കറുത്ത എള്ളാണ് കേട്ടോ. അതുപോലെ തന്നെ 100 ഗ്രാം അരി, അതായത് നമ്മൾ ചോറൊക്കെ മട്ട അരി ഉണ്ടല്ലോ, ആ അരിയാണ് എടുത്തിട്ടുള്ളത് 100 ഗ്രാം. അതുപോലെ ഒരു തേങ്ങ ചെരുകിയത്, അതായത് ഇത് ചെറുതായിരുന്നു കേട്ടോ, ഒത്തിരി വലുതല്ലത്, ഒരു മീഡിയം ടൈപ്പ് തേങ്ങയായിരുന്നു, അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ഉരുക്കിയത്, അത് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഉരുക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു തേനിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ. അതിന് ഒരുപാട് വെള്ളം കൂടാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയായിട്ട് നിൽക്കാൻ പാടില്ല. ആ ഒരു അളവിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള എള്ളാണ്. ഇത് ഞാനൊന്ന് ഇതിലിട്ടിട്ട് പാനിലിട്ടിട്ട് വറുത്തെടുക്കാൻ പോവാണ്. പാൻ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് എള്ളിട്ട് കൊടുക്കുകയാണ്. ഇത് ഞാനൊന്ന് കഴുകി വെയിലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെള്ളം നന്നായിട്ട് അരിപ്പയിൽ വെച്ച് അരിച്ച് കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. ഇത്തിരി അധികം സമയം എടുക്കുന്നേ ഉള്ളൂ ഇതാക്കി കിട്ടാൻ. ഇതിന് ശേഷം ഇനി ഇത് മീഡിയം തീയിൽ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് എള്ള് കരിഞ്ഞു പോകും. കരിഞ്ഞ എള്ളാകുമ്പോൾ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് കൂടുതലായിട്ട് വരും. ഇനി ഞാനിതൊന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. ഇതാ നമ്മുടെ എള്ളൊക്കെ ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ മീഡിയം തീയിലാണ് കേട്ടോ അത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതായിട്ടുണ്ട്, ഇത് മൂത്തിട്ടുണ്ട്. ഒരുപാട് മൂക്കണ്ട, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ അത് കാരണം ഞാൻ ഈ പിരിയിൽ നിന്ന് മാറ്റട്ടെ കേട്ടോ. ഇതിങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ എള്ള പാത്രത്തിൽ തന്നെ വെക്കരുത്, പെട്ടെന്ന് അത് ആ ചൂട് കാരണം കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം. ഇതാ ഞാനിത് കഴുകി, ഞാൻ പറഞ്ഞില്ലേ വെയിലത്ത് വെച്ച് ജസ്റ്റ് ഒന്നത് ഉണക്കിയിട്ടില്ല, ആ വെള്ളം മുഴുവനൊന്ന് വറ്റിച്ചെടുത്തിട്ടേ ഉള്ളൂ. ആ അരിയാണ്, ഇത് മട്ട അരിയാണ് കേട്ടോ. ഇതൊന്ന് ഇതുപോലെ തന്നെ വറുത്തെടുക്കണം. അപ്പോൾ എള്ളുണ്ട ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അരി ചേർക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ പക്ഷെ ഇത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എള്ള് മാത്രമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് എള്ളിങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും, ഇങ്ങനെ തളർന്ന പോലെ ആയിരിക്കും. ഇങ്ങനെ കുറച്ച് അരി ചേർത്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ സ്റ്റിഫായിരിക്കും. എനിക്കതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അത് കാരണം കൊണ്ടാണ് ഞാൻ അരി ചേർക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ അരിയുടെ പോർഷൻ നിങ്ങൾ എടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് ജസ്റ്റ് ഇത് മാത്രം എള്ള് മാത്രം നിങ്ങൾ വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കട്ടെ ഞാൻ. നമ്മൾ അരിയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ചുമന്ന കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ പാകത്തിൽ ഞാൻ ഇതിൽ നിന്ന് മാറ്റുകയാണ്. ഇതും ഇങ്ങനെ വെക്കാൻ പാടില്ല വറുത്ത പാത്രത്തിൽ, കാരണം ആ ചൂട് കാരണം അതങ്ങനെ ഇരുന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റട്ടെ കേട്ടോ. ഞാൻ എടുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, ഒരു തേങ്ങ ചെറുകിയതുണ്ട്, അതിട്ട് കൊടുക്കുകയാണ്. ഇതൊരു മീഡിയം ടൈപ്പ് തേങ്ങയാണ് കേട്ടോ, ഒത്തിരി വലുതൊന്നുമല്ല. ഇതൊന്ന് ജസ്റ്റ് ഇതിലിട്ട് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം, അല്ലാണ്ട് ഇങ്ങനെ ചുമക്കൊന്നും വറുത്തെടുക്കണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഉണ്ട കേട് വരും. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് കാരണം കൊണ്ടാണ് ഇതിങ്ങനെ ജസ്റ്റ് ഇട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഇത് ഡ്രൈ ആക്കട്ടെ കേട്ടോ ഞാൻ. ചിലരൊക്കെ ഇതിനകത്ത് ഏലക്കായ അല്ലെങ്കിൽ ചുക്കുപൊടി, ചിലർ ഗ്രാമ്പു, അങ്ങനത്തെ സ്പൈസസ് ഒക്കെ എന്തെങ്കിലും ചേർത്തിട്ടും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാറുണ്ട് എള്ളുണ്ടയുടെ കൂടെ. പക്ഷെ പേഴ്സണലി എനിക്ക് ഇതിൻ്റെ ടേസ്റ്റുകളൊന്നും എള്ളുണ്ടയുടെ കൂടെ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഇതിന് ശേഷം ഒന്ന് ഈ പാനിലിട്ടൊന്ന് മൂപ്പിച്ച് ഇതെടുത്താൽ മതി കേട്ടോ. ഏലക്കായോ അല്ലെങ്കിൽ ചുക്കുപൊടിയോ അല്ലെങ്കിൽ ഗ്രാമ്പു എന്താണെന്ന് നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ എന്തായാലും ആ സ്പൈസസ് ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ അതപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പോൾ. ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്യാണ്. അതിന് ശേഷം ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് വേണം ഒന്ന് മിക്സിയിൽ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. നമ്മുടെ എള്ള് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് മിക്സിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഞാൻ ആ എള്ള് മുഴുവൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
അതിനുശേഷം നമുക്ക് അരി ഇതിലേക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അരി ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് 100 ഗ്രാമാണ് കേട്ടോ. അത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ആ തേങ്ങയും കൂടി പൊടിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. തേങ്ങ പൊടിച്ചതും കൂടി ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എള്ളും അതുപോലെ അരി പൊടിച്ചതും തേങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. പക്ഷേ ആകെ ശർക്കര നീര് ഉരുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടുതലാവാതെ ഒരു തേനിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആവണം കേട്ടോ. നമുക്ക് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്നുള്ളത്. നമ്മൾ ആ ഒഴിച്ച ശർക്കര നീര് കറക്റ്റായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ എള്ളിൻ്റെ തന്നെ എണ്ണയാണ് ഇതിനകത്ത് കയ്യിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വന്നിട്ടുള്ള എണ്ണയാണിത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എള്ളുണ്ട മുഴുവൻ ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണ്ട കളറിനൊന്നും ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല നമ്മൾ അരി ചേർത്തിട്ടുണ്ടെങ്കിലും. പക്ഷേ ഇത് ഈ ഉണ്ടയ്ക്ക് കുറച്ചും കൂടി ഒരു ബലം ഉണ്ടാവും മറ്റേതിനേക്കാളും, എള്ള് മാത്രം വെച്ചുണ്ടാക്കുന്നതിനേക്കാളും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എള്ളിന് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ അത്. അപ്പോൾ അതിനും ഒരു കുറവ് കിട്ടും. ഈ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ അരി ചേർക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ആ ടേസ്റ്റ് അറിയില്ല, കയ്പ്പിൻ്റെ ടേസ്റ്റ്. ബാക്കി അതെല്ലാം നിങ്ങൾക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിൽ അരി ചേർക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.